എന്താണ് ഇവരൊക്കെ ശരിക്കും വിൽക്കുന്നത്? നമുക്ക് ഒരുപാട് റീൽസ് കാണാം. സ്കൂളിൽ പോയ സമയത്ത് ഒരു പെണ്ണായി ജനിച്ചാൽ മതിയായിരുന്നു, എന്ത് ഈസിയാണ് അവർക്ക്, ഒരു ഒൺലി ഫാൻസോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ സബ്സ്ക്രിപ്ഷനോ തുടങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ. സീരിയസ്ലി അത്ര ഈസിയാണോ? ആ ചോദ്യത്തിന്റെ ഉത്തരം വേണമെങ്കിൽ എന്താണ് അവരവിടെ വിൽക്കുന്നത് എന്ന് മനസ്സിലാവണം. കാരണം കഴിഞ്ഞ വർഷം ഒൺലി ഫാൻസ് എന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ആളുകൾ സ്പെൻഡ് ചെയ്തത് ഏകദേശം 60,000 കോടി രൂപയാണ്. ഈ ന്യൂഡിറ്റിയും പോണും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ കാലത്ത് ഇത്ര പണം മുടക്കി ആളുകൾ അത് വാങ്ങുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ വെക്കുന്നത് ഈ ന്യൂഡിറ്റിയോ പിക്ചേഴ്സോ മാത്രമല്ല, വേറെ എന്തോ ആണ്. അപ്പോൾ അതെന്താണ് എന്ന് കണ്ടുപിടിക്കാതെ ഇത് ഈസിയാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണും, ഈ സമയം വെറുതെയാവില്ല. ആദ്യം തന്നെ ഈ വീഡിയോ ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. എല്ലാവരുടെയും ജീവിതം അവരുടെ ടേംസിലാണ് അവർ ജീവിക്കുന്നത്. സദാചാര ക്ലാസ്സോ മോറൽ ക്ലാസ്സോ എടുക്കാനും ഇവിടെ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമാണ്. അപ്പോൾ ഒൺലി ഫാൻസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിലെ ഡേറ്റ നോക്കിയാൽ നമുക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണാം. അവിടെ ടോപ്പ് ഏണേഴ്സിന്റെ വരുമാനത്തിന്റെ വലിയ ഭാഗം വരുന്നത് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് അല്ല, പെയ്ഡ് മെസ്സേജസിൽ നിന്നും, പെയ്ഡ് ചാറ്റ്സിൽ നിന്നും, കസ്റ്റം റിക്വസ്റ്റിൽ നിന്നും, ടിപ്പുകളിൽ നിന്നും ഒക്കെയാണ്. അതായത് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നവർ കൊടുക്കുന്നത് അവരെ കാണാൻ വേണ്ടിയിട്ട് അല്ല, അവരോട് സംസാരിക്കാനും പേഴ്സണൽ ആയിട്ടുള്ള റിക്വസ്റ്റുകൾക്കും വേണ്ടിയിട്ടാണ് എന്നർത്ഥം. എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു മെസ്സേജ്, അവരെന്റെ പേര് വിളിച്ചു, അവരെന്റെ ഒരു ദിവസത്തെ പറ്റി ചോദിച്ചു, ഈ തരത്തിലുള്ള ആ ഒരു പേഴ്സണൽ ഫീലിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പസിലിന്റെ ഉത്തരം തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മളുടെ മുമ്പിൽ. എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു പിക്ചർ അതവർക്ക് കോപ്പി ചെയ്യാം, ലീക്ക് ചെയ്യാം, മില്യൺസ് ഓഫ് ആളുകളിലേക്ക് ഒരേ സമയം എത്തിക്കാം. പക്ഷെ അവരെന്നോട് എനിക്ക് വേണ്ടിയിട്ട് മാത്രം അവർ സംസാരിച്ചു എന്ന ആ ഒരു ഫീലിംഗ് അത് കോപ്പി ചെയ്യാൻ പറ്റില്ല. ആ പേഴ്സണൽ ഫീൽ, അതാണ് ഇവിടുത്തെ സെല്ലിംഗ് പോയിന്റ്. അപ്പോൾ എക്കണോമിക്സിന്റെ ഭാഷയിൽ പിക്ചേഴ്സിന്റെ സപ്ലൈ ഇൻഫിനിറ്റ് ആണ്, അതുകൊണ്ട് അതിന് വിലയൊന്നുമില്ല. അറ്റൻഷന്റെ സപ്ലൈ വളരെ സ്കേഴ്സ് ആണ് നമ്മുടെ ഈ ലോകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വിലയുണ്ട്. അപ്പോൾ വാങ്ങുന്നവർ ശരിക്കും വാങ്ങുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ ഫീലിംഗ് ആണ്. ഞാൻ ഇൻവിസിബിൾ അല്ല, എന്നെ കാണാൻ ഒരാളുണ്ട് എന്ന അനുഭവം, ആ ഒരു ഫീലിംഗ്. ചുരുക്കി പറഞ്ഞാൽ മാസ വാടകയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട്, അതല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട്. ഇത് അഡൽട്ട് ഇൻഡസ്ട്രിയെക്കാളും ലോൺലിനെസ് ഇൻഡസ്ട്രി ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തിലെ ഒറ്റപ്പെടൽ കൂടുന്തോറും വളരുന്ന ഒരു ബിസിനസ്. അവരുടെ പ്രോഡക്റ്റ് എന്താണ്? ഫേക്ക് ഇന്റിമസി. ഇനി കോയിന്റെ അടുത്ത വശം, വാങ്ങുന്നവർ ഇന്റിമസി വാങ്ങുന്നു എങ്കിൽ വിൽക്കുന്ന ആളുടെ ശരിക്കുള്ള ജോലി എന്താണ്? നൂറുകണക്കിന് അപരിചിതരോട് ദിവസവും മണിക്കൂറുകളോളം അവരുടെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് അഭിനയിക്കുക, അവരുടെ ലോൺലിനെസ് കേൾക്കുക, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് അഭിനയിക്കുക. ഇതൊരു ഇമോഷണൽ ലേബറാണ്. ഉള്ളിലില്ലാത്ത ഫീലിംഗ് മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ജോലി. അപ്പോഴും നമുക്ക് ഒരു സംശയം തോന്നിയേക്കാം, ജോലി ഇച്ചിരി കഠിനമായിരിക്കാം, പക്ഷെ പണം കിട്ടുന്നുണ്ടല്ലോ എന്ന കാര്യം. അപ്പോഴും ആദ്യം പറഞ്ഞ ഈസി ആണല്ലോ എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്കാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കണക്ക് നോക്കാം. പബ്ലിഷ്ഡ് ആയിട്ടുള്ള പേ ഔട്ടിന്റെ അനാലിസിസ് ആണ് ഒൺലി ഫാൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ. ഒൺലി ഫാൻസിൽ ഏകദേശം 46 ലക്ഷം ക്രിയേറ്റേഴ്സ് ഉണ്ട്. ടോപ്പ് 1% ആളുകളാണ് മൊത്തം പണത്തിന്റെ 1/3 വാങ്ങിച്ചെടുക്കുന്നത്. അതായത് ഏറ്റവും ടോപ്പ് 1% ക്രിയേറ്റേഴ്സ്. ടോപ്പ് 10% ക്രിയേറ്റേഴ്സ് ആണ് ഏകദേശം 73% വരുമാനവും വാങ്ങിക്കുന്നത്. ബോട്ടം 50% ക്രിയേറ്റേഴ്സ് ആണ് 23 ലക്ഷം പേർ. അവർ പങ്കിടുന്നത് വെറും 1.5% റവന്യൂ മാത്രമാണ്. ഒരു മീഡിയൻ ക്രിയേറ്ററിന് മാസം $200 താഴെയാണ് കിട്ടുന്നത്, ഏകദേശം 15,000 രൂപയിൽ താഴെ. 70% ആളുകളും അതിലും താഴെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം എക്സ്ട്രീം ആയിട്ടുള്ള പിരമിഡ്? കാരണം ഇപ്പൊ നമുക്കറിയാം, ഇവർ വിൽക്കുന്നത് അറ്റൻഷൻ ആണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അറ്റൻഷൻ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു ദിവസം ഇത്ര പേരുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ. പിക്ചേഴ്സോ വീഡിയോസോ ഇൻഫിനിറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചേക്കാം, പക്ഷേ ഇന്റിമസി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് എങ്ങനെ അവിടെ എത്തി? അവിടെയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ടോപ്പ് അക്കൗണ്ടുകളിൽ ഡയറക്റ്റ് മെസ്സേജുകളിൽ പലതും കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആ കാണുന്ന ക്രിയേറ്ററോ ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ അല്ല, അതെല്ലാം ഏജൻസീസ് ആണ്. പ്രൊഫഷണൽ ചാറ്റ് ടീംസ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇരുന്ന് ആ പെൺകുട്ടിയായിട്ട് അഭിനയിച്ച് കസ്റ്റമേഴ്സിനോട് ചാറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയി. ഇൻഡസ്ട്രി ഡേറ്റ പറയുന്നത് ഏജൻസി മാനേജ്ഡ് അക്കൗണ്ട്സ് സോളോ ക്രിയേറ്റേഴ്സിന്റെ പല മടങ്ങാണ് സമ്പാദിക്കുന്നത് എന്നാണ്. അതിനു വേണ്ടിയിട്ട് ആ ഏജൻസീസ് വാങ്ങിക്കുന്നത് 30 to 50% ഓഫ് റവന്യൂ ആണ് എന്നും പറയുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, ഈ വാങ്ങിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ആ ക്രിയേറ്റർ ആണ് എന്നോട് മിണ്ടുന്നത് എന്നാണ്. ശരിക്കും മിണ്ടുന്നത് എവിടെയോ ഇരിക്കുന്ന ഒരു ഏജൻസി എംപ്ലോയി. ഫേക്ക് ഇന്റിമസി, അതിനുള്ളിൽ വേറെ ഒരു ഫേക്ക് ഏജന്റ്. അപ്പോൾ പ്ലാറ്റ്ഫോം എടുക്കുന്നു 20%, ഏജൻസി എടുക്കുന്നു 50%. റിസ്ക് മുഴുവൻ എടുക്കുന്നത് ആരാണ്? ഫേസ്, ബോഡി, നെയിം, ഫ്യൂച്ചർ. ഇതെല്ലാം ആ പെൺകുട്ടിയുടെയോ അതല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്ററിന്റെയോ മാത്രമാണ്. ഗോൾഡ് റഷിന്റെ കാലത്ത് പറയുന്ന ഒരു ചൊല്ല് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കാം, പണം ഉണ്ടാക്കിയത് സ്വർണം കുഴിച്ചവരല്ല, സ്വർണം കുഴിക്കാനായിട്ട് കൊടുത്ത ശവല് വിറ്റവരാണ് എന്ന്. ഇപ്പോൾ ഈ ചോദ്യത്തിന്റെ പകുതി ഉത്തരം നമുക്ക് കിട്ടി. അവർ വിൽക്കുന്നത് അറ്റൻഷനും ഫേക്ക് ഇന്റിമസിയുമാണ്. പക്ഷേ ഒരു ട്രാൻസാക്ഷന് 2 വശമുണ്ടല്ലോ. ഈ വിൽക്കുന്ന ആൾ ഇത് വിൽക്കുന്ന സമയത്ത് അവരുടെ സമയം മാത്രമാണോ അവർക്ക് നഷ്ടമാകുന്നത്, അതല്ലെങ്കിൽ സമയം മാത്രമാണോ
അവർ വേസ്റ്റ് ചെയ്യുന്നത് അല്ല, വേറെ 3 സാധനങ്ങൾ കൂടി അവർ കൗണ്ടറിൽ വെക്കുന്നുണ്ട്. ഇതും കൂടി മനസ്സിലായാൽ മാത്രമേ ഇവർ ചെയ്യുന്ന കാര്യം ഈസി ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത് സമാധാനം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ തരത്തിൽ ഒരു ക്രിയേറ്ററിന്റെ ജീവിതം 2ആയിട്ട് മുറിയുന്നു. ഒന്ന് റിയൽ വേൾഡിൽ, വേറൊന്ന് ഫോണിന്റെ ഉള്ളിൽ. ആ 2 ലോകങ്ങൾ ഒരിക്കലും ടച്ച് ചെയ്യരുത് എന്ന ടെൻഷനിലാണ് പല ആളുകളും ജീവിക്കുന്നത്. ഓരോ നോട്ടിഫിക്കേഷനിലും ഒരു ചെറിയ പേടി, ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞോ? ഈ ഒരു ഹൈപ്പർ വിജിലൻസ്, അതായത് എപ്പോഴും അലേർട്ട് മോഡിൽ ഓടുന്ന നെർവസ് സിസ്റ്റം, മാസങ്ങൾ അത് തുടർന്നാൽ സ്ലീപ്പ് നഷ്ടമാകും, മൂഡ് പോകും. ദിവസവും അടയ്ക്കുന്ന ഒരു മെന്റൽ റെന്റ് പോലെയാണ് ഇത്. പക്ഷേ എല്ലാ ആളുകളും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതല്ല ഇത് ചെയ്യുന്നത്. ഐഡന്റിറ്റി വെളിപ്പെടുത്തി ചെയ്യുന്ന ആളുകളുമുണ്ട്. അവർ ഫേസ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ പ്രോബ്ലം ആയിരിക്കില്ല, മറ്റ് 2 പ്രോബ്ലംസ് ആയിരിക്കാം. 2, സെൽഫ് വെർത്ത്. ഇത് ചെയ്യുന്നു എന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഒരാളുടെ സെൽഫ് വെർത്ത് താണു പോകുന്നു, മുകളിലോട്ട് പോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വളരെ മോശം ഒരു കമന്റ് ആയി പോകും. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരാൾ സ്വയം സ്ഥിരമായിട്ട് പുറത്തു നിന്നുള്ള കണ്ണിലൂടെയാണ് അവരെ തന്നെ കാണാൻ ശ്രമിക്കുന്നത് എങ്കിൽ, ഞാൻ ആരാണ് എന്നതിനേക്കാൾ ഞാൻ എങ്ങനെ കാണപ്പെടുന്നു എന്നത് വലുതായിട്ട് അവർ കാണാൻ ശ്രമിക്കും. റിസർച്ചുകൾ ആവർത്തിച്ച് കാണിക്കുന്നത് ഇതിന്റെ റിസൾട്ട് ബോഡി ഷെയിം, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ ആയിരിക്കും. സ്വന്തം ബോഡി ദിവസവും മാർക്കറ്റിൽ വെക്കുന്ന ഒരാൾക്ക് അവരുടെ സബ്സ്ക്രൈബർ കുറയുമ്പോൾ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് സെയിൽസ് കുറഞ്ഞു എന്നല്ല, എൻ്റെ വില അതല്ലെങ്കിൽ എൻ്റെ വെർത്ത് കുറഞ്ഞു എന്നായിരിക്കും. പ്രോഡക്റ്റും സെല്ലറും ഒരാളാകുമ്പോൾ മാർക്കറ്റിന്റെ ഓരോ അടിയും നേരിട്ട് അവരിലേക്ക് തന്നെയായിരിക്കും വന്ന് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനും അവരെ തന്നെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ആ ഒരു തരത്തിലേക്ക് അവരുടെ ബ്രെയിൻ മാറുന്ന സമയത്ത് ഇവൻച്വലി അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിയും അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും. ഇനി 3ാമത് ഇമോഷണൽ ഇംബാലൻസ്. പലരും ഈ ജീവിതത്തെ കാണുന്നത് പല തരത്തിലാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. ചില ആളുകൾ ഈ തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് ആവുന്നത് പരസ്യമായിട്ട് തന്നെയാണ്. ചില ആളുകൾ രഹസ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്, ഫേസ് റിവീൽ ചെയ്യാതെ. ഫേസ് റിവീൽ ചെയ്യാത്ത ആളുകൾക്ക് ഐഡന്റിറ്റി ലീക്ക് ആകുമോ എന്നുള്ള പേടിയുമായിട്ടാണ് ജീവിക്കുന്നത് എപ്പോഴും. 2ാമത്തെ ആൾക്ക് നമ്മുടെ പോലെ ഒരു മോറൽ യൂണിവേഴ്സിൽ ഓപ്പൺ ആയിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. നാട്ടിലെ നോട്ടം, ഫാമിലിയുടെ ഭാരം, ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ അപമാനങ്ങൾ. പിന്നെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം, ഇത് വാങ്ങി കൺസ്യൂം ചെയ്യുന്നവർ പോലും അവരെ നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ നന്നായി പെരുമാറണമെന്നില്ല. ഫോണിലെ ഗേൾ ഫ്രണ്ടായി ട്രീറ്റ് ചെയ്യുന്ന ആളെ റോഡിൽ വെച്ച് കാണുമ്പോൾ വേറൊരു കണ്ണിലൂടെ ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഇതെല്ലാം തീർച്ചയായിട്ടും അവരുടെ ഇമോഷനെ കംപ്ലീറ്റ് ആയിട്ട് ബാലൻസിൽ നിന്ന് മാറ്റാനായിട്ട് കാരണമാകും. ഇനി ഒരു കാര്യം കൂടി, ട്രെഡ്മിൽ. ഒരു സബ്സ്ക്രൈബർ അടുത്ത മാസവും പേ ചെയ്യണമെങ്കിൽ അവന് പുതിയതായി എന്തെങ്കിലും വേണം, കൂടുതൽ എന്തെങ്കിലും വേണം. ഇന്ന് വരയ്ക്കുന്നത് ഇത്രമാത്രം മതി എന്ന ഒരു ലൈൻ ആയിരിക്കാം, പക്ഷെ അതാണ് അടുത്ത മാസത്തെ ഇൻകത്തിന്റെ സീലിംഗ്. ആ ലൈനിൽ നിന്നാൽ ചിലപ്പോൾ ഇൻകം താഴേക്ക് പോയേക്കാം. ആരും ആദ്യത്തെ ദിവസം തന്നെ എക്സ്ട്രീമിലേക്കൊന്നും പോകുന്നില്ല. മാർക്കറ്റ് ഓരോ മാസവും ഒരു സ്റ്റെപ്പ് വീതം മുന്നോട്ട് കൊണ്ടുപോകും. അത് വീക്ക്നെസ് ഒന്നുമല്ല, ഈ സിസ്റ്റം എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മളിപ്പോൾ റെഡിയാണ്. എന്താണ് ശരിക്കും ഇവർ വിൽക്കുന്നത്? വാങ്ങുന്നവന്റെ സൈഡിൽ ഫേക്ക് ഇന്റിമസി, അത് ലോൺലിനെസിന്റെ അവന്റെ മരുന്നാണ്. വിൽക്കുന്നവരുടെ സൈഡിൽ 3 സാധനങ്ങൾ. 1, അറ്റൻഷൻ, സ്കെയിൽ ചെയ്യാൻ പറ്റാത്ത അറ്റൻഷൻ, തീർന്നു പോകുന്ന ഒരു റിസോഴ്സ്. 2, ഇമോഷണൽ ലേബർ, ഡ്യൂട്ടി ടൈം ഇല്ലാതെ ഉള്ള അഭിനയം. 3, സമാധാനവും സെൽഫ് വെർത്തും, പ്രൈസ് ടാഗിൽ എഴുതാത്ത, തിരിച്ചു വാങ്ങാൻ പറ്റാത്ത 2 സാധനങ്ങൾ. ഇനിയും ഇത് ഈസി ആണോ എന്ന ചോദ്യം, ഒരു ഫിനാൻസിലെ ചോദ്യം കൊണ്ട് നമുക്ക് ഇതിന് ഉത്തരം പറയാം. ഒരു കാര്യം ശരിക്കും ഈസി ആണ് എങ്കിൽ മാർക്കറ്റ് അതിന് എന്തിനു പണം കൊടുക്കണം? ഈസി മണി എന്ന് കാണുന്ന സ്ഥലത്തെല്ലാം ഈ ഒരു റൂൾ ഓർക്കുക. ഒരു പണം ഈസി ആയിട്ട് കിട്ടുന്നതാണ് എങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു കോസ്റ്റ് അവിടെ പേ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ റീലിൽ കാണുന്ന ഭാഗം ഈസി ആണ് എങ്കിൽ ശരിക്കും ആ ക്രിയേറ്റേഴ്സ് പണം വാങ്ങുന്നത് നമ്മൾ ആരും കാണാത്ത ആ മറ്റേ സൈഡിന് അവർ സ്പെൻഡ് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈസിയാണ് എന്ന് പറയുന്ന കാര്യം അത്ര എളുപ്പമല്ല. ഞാൻ ഈ പറഞ്ഞ 3 കാര്യത്തിന്റെ ഏറ്റവും പീക്ക് ലെവൽ ഓഫ് മെന്റൽ ഇൻസ്റ്റബിലിറ്റി കൂടിയായിരിക്കും പല ആളുകളും കടന്നു പോകുന്നത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് ഒരിക്കലും എളുപ്പമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഇത് ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ വിധിക്കാൻ നിൽക്കേണ്ടതോ അതല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ഡിമാൻഡ് ഇല്ലാതെ ഒരിക്കലും ഒരു സാധനം വിൽക്കാൻ സാധിക്കില്ല. വാങ്ങാൻ ആളുള്ളത് കൊണ്ട് തന്നെയാണ് അവരത് വിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അതെല്ലാം വായിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.